Hi dear students, today we are going to discuss about presentation of data. That is the fourth chapter. നാലാമത്തെ ചാപ്റ്റർ ആണ് presentation of data എന്ന് പറയുന്ന ആ ചാപ്റ്റർ. നമുക്കറിയാം statistics is a study of data collecting, classifying and presenting data. അല്ലേ, നമുക്കറിയാം ഇൻഫോർമേഷൻസിനെ ആദ്യം കളക്ട് ചെയ്യുകയും പിന്നീട് അതിനെ ക്ലാസിഫൈ ചെയ്യുകയും അതിനെ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന അല്ലെ എന്നെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉള്ളത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്ററുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്, അത് ആ കളക്ട് ചെയ്ത ഡാറ്റയെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്ത, അതായത് കളക്ട് ചെയ്ത് നമ്മൾ ഇനം തിരിച്ച അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത ഡാറ്റ എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലുടനീളം പറയുന്നത്. അപ്പം നമുക്കറിയാം ഡാറ്റ അല്ലേ, ദർ ആർ 3 മെത്തേഡ്സ് ഫോർ പ്രസന്റിങ് ഡാറ്റ. ഡാറ്റ പ്രസന്റ് ചെയ്യുന്നതിന് 3 മെത്തേഡ്സുകളുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് പറയുന്നത് ടെക്സ്റ്റൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസന്റേഷൻ. ഫസ്റ്റ് മെത്തേഡ്സ് ഓഫ് പ്രസന്റേഷൻ ആണ്, ഫസ്റ്റ് മെത്തേഡ്സ് ആണ് പറയുന്നത് ടെക്സ്റ്റൽ പ്രസന്റേഷൻ. ടെക്സ്റ്റൽ പ്രസന്റേഷൻ എന്താണ്? ഫസ്റ്റ് ആയിട്ടുള്ളത് ടെക്സ്റ്റൽ പ്രസന്റേഷൻ. സെക്കൻഡ് വൺ ഈസ് ടാബുലർ പ്രസന്റേഷൻ. ടേബിൾ വഴി നമുക്ക് ഡാറ്റാസിനെ പ്രസന്റ് ചെയ്യാം. ദെൻ തേർഡ് വൺ ആണ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ. ഇങ്ങനെ രീതിയിൽ നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത ഡാറ്റയെ നമുക്ക് പ്രസന്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ടെക്സ്റ്റൽ പ്രസന്റേഷൻ? എന്താണ് ടെക്സ്റ്റൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഡിസ്ക്രിപ്റ്റീവ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതായത് കളക്ട് ചെയ്ത ഡാറ്റ ഒരു പാരഗ്രാഫ് വോയിസിലൊക്കെ പറയാം അല്ലെങ്കിൽ അത് എഴുതുക. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ വിവരണ രൂപത്തിൽ ഡാറ്റാസ് പുറത്തുവിടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് പ്രസന്റേഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റൽ പ്രസന്റേഷൻ അല്ലേ, എഴുത്തുകളിലൂടെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. Indian population as increasing according to the Indian Statistical Organization or Indian Census of India. എന്താ പറയുന്നത്? Census of India 2011 reported that Indian population has risen to nearly 121 കോടി രൂപയായിട്ട് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഔട്ട് ഓഫ് വിച്ച് 58.64% ആർ ഫീമെയിൽസ് വൈൽ 63.36% ആർ മെയിൽസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം ഇന്ത്യയിലെ ജനസംഖ്യ, സെൻസസ് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ 58.64% വരുന്നത് സ്ത്രീകളുടെ ജനസംഖ്യയും എന്നാൽ 63.36% വരുന്നത് പുരുഷന്മാരുടെ എണ്ണവുമാണ്. ഇനി മറ്റൊരു കണക്ക് പറയുന്നത് 83.3% ഓഫ് ദി പീപ്പിൾ ആർ ലിവ്ഡ് ഇൻ റൂറൽ ഏരിയാസ്. മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ആർ ലിവ്ഡ് ഇൻ റൂറൽ ഏരിയാസ് and only 37.7 people are living in town and cities. അല്ലേ, ഇങ്ങനെ നമ്മൾ വിവരിച്ച് എഴുതുകയാണെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ ഒരു ടെക്സ്റ്റൽ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ we can call this as a descriptive representation or descriptive presentation അല്ലെങ്കിൽ ടെക്സ്റ്റൽ പ്രസന്റേഷൻ എന്ന് നമുക്ക് പറയാം. ഇതാണ് ഒന്നാമത്തെ വേ ഓഫ് പ്രസന്റിങ് അല്ലേ. നമ്മൾ പ്രസന്റേഷനിൽ വരുന്ന അല്ലേ കിട്ടിയ ഡാറ്റാസ് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്, റിപ്പോർട്ടുകളെ പോലെ ഇങ്ങനെ എഴുതാറുണ്ട്. അതൊരു പ്രസന്റേഷനാണ്, പക്ഷേ അത് ടെക്സ്റ്റൽ ഫോമിലാണ്. എന്നാൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ഈസ് ടാബുലർ പ്രസന്റേഷൻ. എന്താണ് ആ ടാബുലർ പ്രസന്റേഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടേബുലർ പ്രസന്റേഷൻ. ടേബുലർ പ്രസന്റേഷൻ എന്ന് പറയുന്നത്.
ടേബിൾ വഴി എങ്ങനെയാണ് ഡാറ്റാസ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ടേബിൾ പ്രസന്റേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ദി ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ് അല്ലേ. അതായത് ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ദി ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ്. റോകളായിട്ടും അല്ലേ കോളംസ് ആയിട്ടും ഡാറ്റ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ടേബുലർ റെപ്രസെൻറ്റേഷൻ, ടേബുലർ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ റോസ്? റോസ് ആർ ദി ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്സ്. റോസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്സ് ആണ്. എന്നാൽ നമുക്കറിയാം കോളംസ് ആർ ദി വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്സ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പം മനസ്സിലാക്കുമ്പോൾ ടേബിൾ വഴി ഒരു ഡാറ്റ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് റൂറൽ അർബൺ കോമ്പോസിഷൻസ്, അതായത് ആളുകളുടെ എണ്ണം റൂറൽ അർബൺ ഏരിയകളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നു. അപ്പോൾ റൂറലിൽ എത്രത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട്, അർബൺ ഏരിയാസിൽ എത്രത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് കണക്ക് പറയുകയാണെങ്കിൽ നമുക്കത് ടേബിൾ വഴി എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ റൂറൽ അർബൺ കോമ്പോസിഷൻ ആണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, റൂറൽ അർബൺ കോമ്പോസിഷൻ എന്ന് നമ്മൾ ഹെഡിങ് ആദ്യം കൊടുക്കണം. ഹെഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ കോളംസും റോസും വരയ്ക്കുക അല്ലേ. കോളംസും വരയ്ക്കണം, റോസും വരയ്ക്കണം. ഇതാണ് കോളംസ്. വെർട്ടിക്കലായിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് കോളംസ് എന്ന് പറയുന്നത്. എന്നാൽ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലേ, ഹൊറിസോണ്ടലായിട്ട് വരുന്ന, സമാന്തരമായിട്ട് വരുന്നതാണ് എന്ത് പറയുന്നത്, റോസ്. എന്നാൽ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ താഴേക്ക് താഴേക്ക് വരുന്നതിനെയാണ് കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കോളം ഹെഡിങ്സ് ഉണ്ടായിരിക്കും. കോളം ഹെഡിങ്സ് നമുക്കറിയാം അർബണിലും റൂറലും ജനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നാണ്. അപ്പോൾ അതിൽ കണക്കുകൾ 1971 മുതൽ അതുപോലെ തന്നെ 2011 വരെയുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇയേഴ്സ് അല്ലെ, നമുക്കറിയാം ഇയർ ആണ് ഇവിടെ വരും ഹെഡിങ്. ഇയർ വരുമ്പോൾ ഇയർ റോന്റെ, അതായത് കോളംസിന്റെ ഹെഡിങ് ആയിട്ട് വരുന്നത് ഇയർ ആണ്. ഈ ഇയറിൽ ഇയേഴ്സ് ഇങ്ങനെ എഴുതാം. 1971, 1981, 1991, 2001, ഓരോ 10 വർഷം കൂടുമ്പോഴുള്ള സെൻസസ് കണക്കുകളാണ് പറയുന്നത്. അപ്പോൾ ഈ കണക്കുകളിൽ നമുക്കറിയാം റൂറൽ എത്ര ജനങ്ങളുണ്ട്, അർബണിൽ എത്ര ജനങ്ങളുണ്ട് നമുക്കറിയണം. അപ്പോൾ റൂറൽ ഏരിയാസ്, റൂറൽ ഇവിടെ അർബൺ, റൂറൽ ഏരിയാസിൽ എത്രത്തോളം ആളുകളുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. റൂറൽ ഏരിയാസിൽ 80%. അപ്പോൾ അർബണിൽ എത്രയായിരിക്കും, 20% അല്ലേ. 80ഉം 20ഉം കൂട്ടി 100 80%. 1981 ആയപ്പോഴേക്കും വ്യത്യാസം വന്നിട്ടുണ്ട്, 78-22. എന്നാൽ 91 ആയപ്പോഴേക്കും മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 74-26 അല്ലേ. അർബൻ പോപ്പുലേഷൻ കുറച്ചിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. ദെൻ എന്നാൽ 2001 ആയപ്പോഴേക്കും 72-28 എന്ന കണക്കായി. എന്നാൽ ലേറ്റസ്റ്റിലെ 2011 കണക്ക് പറയുന്നത് 83% ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ റൂറൽ ഏരിയാസിലാണ് ഇത്ര ജീവിക്കുന്നത് അല്ലേ. 38% വരുന്ന ആളുകൾ, 83% വരുന്ന ആളുകൾ അല്ലേ, 83% വരുന്ന ആളുകൾ, 63% വരുന്ന ആളുകൾ ജീവിക്കുന്നത് അവിടെയും 38% ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ ഇതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെയാണ്, റൂറൽ ഏരിയാസിലാണ് എന്നാണ് പറയുന്നത് അല്ലേ. എന്നാൽ കണക്കുകൾ ഇപ്പോൾ അർബൻ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, റൂറലും അർബണും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ റൂറലിൽ എത്ര പോരം ആളുകളുണ്ട്, അർബൺ ഏരിയാസിൽ എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ള ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാകാം അല്ലേ. 1991 എത്രത്തോളം റൂറൽ പീപ്പിൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പറയാൻ പറ്റും ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. എന്താ പറയാൻ പറ്റുക, 1991 74% ആളുകൾ
റൂറൽ ഏരിയാസിലാണ് ജീവിക്കുന്നത്, ഗ്രാമീണ മേഖലകളിലാണ് ജീവിക്കുന്നത്. എന്നാൽ 1991 എത്രത്തോളം ആളുകളാണ് അർബൻ ഏരിയാസിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1971 നോക്കുക, നേരെ അർബണിൽ നോക്കിക്കഴിഞ്ഞാൽ വി ഗോട്ട് ദ ആൻസർ അല്ലേ. എന്താണ് 20% മാത്രമാണ് അർബൻ ഏരിയാസിൽ ജീവിക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ടേബിളിന്റെ പ്രത്യേകത. അപ്പൊ ടേബിൾ ആർ ദ എന്താ പറയുന്നത്, table presentation is a systematic organization of the data in columns and rows. Columns are the vertical arrangements and rows are the horizontal arrangements. When the data are presented in such a way is called ടേബുലർ പ്രസൻറ്റേഷൻ. ഇതിനെയാണ് ടേബുലർ പ്രസൻറ്റേഷൻ, ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പല മാനദണ്ഡങ്ങളും നമ്മൾ നോക്കാറുണ്ട്. പല മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വി ക്യാൻ അറേഞ്ച് ഡാറ്റ ഇൻ ടേബിൾ അക്കോർഡിംഗ് ടു ദി ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ്, അതുപോലെ തന്നെ ക്രൊണോളജിക്കലി അല്ലേ, അതുപോലെ സ്പേഷ്യൽ, ഇങ്ങനെ നമുക്ക് പലതരത്തിൽ നമുക്ക് ടേബിളുകളെ തരംതിരിക്കാം. ടേബിളുകളെ നമുക്ക് ക്വാളിറ്റേറ്റീവായിട്ടും അല്ലേ ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ നമുക്ക് മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ടെമ്പോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ക്രൊണോളജിക്കലി, അതായത് ഇയർ വൈസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഇയർ വൈസ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അതിനെയാണ് ടെമ്പോറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് ഇതാണ്, ക്വാളിറ്റി ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ നോക്കുക, ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നുകിൽ when data are arranged in the qualitative attributes like sex, literacy, etc. ലിറ്ററസി അളക്കുകയാണ്. ലിറ്ററസി എന്ന് പറയുന്നത് വി കനോട്ട് കൗണ്ട്, വി കനോട്ട് മെഷർ അല്ലേ. ഒരാളുടെ സാക്ഷരത, എഴുത്തും വായനയും അറിയുന്നത് എന്ന് നമുക്ക് അളക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡാറ്റാസിനെ നമുക്ക് ടേബിൾ വഴി റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ടേബിൾ എഴുതുമ്പോൾ അതിനൊരു ഹെഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഹെഡിങ് എഴുതുന്നത് ക്വാളിറ്റേറ്റീവ് ആണ് എന്നറിയാം. ക്വാളിറ്റേറ്റീവില് ഒരു ഹെഡിങ് ആണ് പറയുന്നത് ലിറ്ററസി ഇൻ ബീഹാർ. അപ്പൊ നമുക്ക് ആ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കണം ബീഹാറിലെ സാക്ഷരതയാണ് നമ്മൾ നോക്കുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ക്വാളിറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം സാക്ഷരത ഒരു ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ഇവിടെ ആദ്യം വരുന്നത് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ റൂറൽ ആണോ അർബൺ ആണോ എന്നുള്ളതാണ് ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇവിടെ അതുപോലെ തന്നെ വരുന്നതാണ് സെക്സ്, കോളം ഹെഡിങ് ആണ്, സെക്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റൂറൽ ആണോ അർബൺ ആണോ. സെക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അപ്പൊ റൂറൽ ഏരിയാസ് ആണ് എന്ന് പറഞ്ഞു. റൂറൽ ഏരിയാസിൽ എത്രത്തോളം ആളുകൾ, ബീഹാറിൽ എത്രത്തോളം റൂറൽ ഏരിയാസിലുള്ള ആളുകൾ, പുരുഷന്മാരിൽ എത്രത്തോളം എന്താ പറയുക സാക്ഷരത നേടിയവരുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. 58% വരുന്ന ആളുകൾ റൂറൽ ഏരിയാസിൽ. മൊത്തം പുരുഷന്മാരെടുത്തു കഴിഞ്ഞാൽ അതിൽ 58% വരുന്ന ആളുകൾ ലിറ്ററേറ്റ് ആണ് അല്ലേ. എന്നാൽ 81% ഇവിടെ. എന്നാൽ ഫീമെയിൽസിൻ്റെ കാര്യം ഓൺലി 30%. മൊത്തം സ്ത്രീകളിൽ 30% മാത്രമാണ് അവിടെ വിദ്യാഭ്യാസം ഉള്ളത്. നമുക്കറിയാം ലിറ്ററസി റേറ്റ് വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണ് ബീഹാർ എന്ന് പറയുന്നത് അല്ലേ. അർബൻ ഏരിയാസിൽ കുറച്ചും കൂടി മെച്ചാണ്. 63% സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആണ്. ഇത് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് മനസ്സിലാക്കാം എന്താണ് റൂറൽ ഏരിയാസിൽ എത്രത്തോളം ആളുകൾ ബീഹാറിൽ സാക്ഷരത നേടിയവരുണ്ട്, അർബൻ ഏരിയാസിൽ എത്രത്തോളം ആളുകൾ സാക്ഷരത നേടിയവരുണ്ട്, അത് പുരുഷന്മാരിൽ എത്രയുണ്ട്, സ്ത്രീകൾ എത്രയുണ്ട്. ഈ പുരുഷന്മാർ സ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റേറ്റീവായിട്ട് അല്ലേ മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഒരു ഫോം അല്ലേ. നമ്മൾ ക്രോണോളജിക്കൽ ഫോം നേരത്തെ കണ്ടു. എന്താണ് ഇയർ വൈസ് ആയിട്ട് ഓരോ വർഷത്തിലും എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്.
ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അറിയാം, അളക്കാൻ കഴിയുന്ന. അപ്പോൾ ഹൈറ്റ്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ മാർക്ക്, ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക്. ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് മാർക്സ്. മാർക്സ് ഇൻ എക്കണോമിക്സ്, എക്കണോമിക്സിലെ മാർക്ക്. അപ്പോൾ നമുക്കറിയാം, ആദ്യം ക്ലാസ് ആയിട്ട് തരംതിരിക്കണം. അതായത് 0 മുതൽ 10 മാർക്ക് വരെ കിട്ടിയവർ, അതുപോലെ തന്നെ 10 മാർക്ക് മുതൽ 20 മാർക്ക് വരെ കിട്ടിയത്, 20 മുതൽ 50-ലാണ്, 30 മുതൽ 40 മാർക്ക് വരെ കിട്ടിയത്, 40 മാർക്കും എത്ര കുട്ടികളുണ്ട്. അപ്പം എത്ര കുട്ടികളുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം അല്ലേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10, 12, ഇങ്ങനെ കണക്കുകൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കാണത് അല്ലേ. 0 മുതൽ 10 മാർക്ക് വരെ കിട്ടിയ 10 കുട്ടികളുണ്ട്, 10 മാർക്ക് മുതൽ 20-ന്റെ ഇടയിൽ വരുന്ന 12 കുട്ടികളുണ്ട്. ഇങ്ങനെ നമുക്ക് കണക്കാക്കാം. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആണ്. പിന്നെ വരുന്നതാണ് സ്പേഷ്യൽ. സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ ഏരിയ നോക്കിയിട്ട് അല്ലെ. ഏരിയ നോക്കിയിട്ട് എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തെ എത്രത്തോളം ഇപ്പോൾ സെയിൽസ് ഓഫ് ടീ, സെയിൽസ് ഓഫ് ടീ ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ ടീയുടെ സെയിൽസ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ എത്രയാണ്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ എത്രയാണ്, ആന്ധ്രാപ്രദേശിൽ എത്രയാണ്, കർണാടകയിൽ എത്രയാണ്. ഇങ്ങനെ കണക്കുകൾ പറയുകയാണെങ്കിൽ അത് നമ്മളിങ്ങനെ ഓരോ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്സുകളുടെ പേര് എഴുതും. ഇതിൻ്റെ അടുത്ത് സെയിൽസ് ഇൻ ടീയുടെ സെയിൽ എന്നെഴുതും. അത് ഇത്ര ലക്ഷം രൂപ എന്നിങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്കതറിയാം അതൊരു സ്പേഷ്യൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ്, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ പ്രസൻറ്റേഷനാണ്. ടേബിൾ വഴി ജിയോഗ്രഫിക്കലി ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ടേബിളിൻ്റെ വാട്ട് ആർ ദ പാർട്സ് ഓഫ് ടേബിൾ. പാർട്സ് ഓഫ് ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ടേബിൾ അല്ലേ. പാർട്സ് ഓഫ് ടേബിൾ, പാർട്സ് ഓഫ് ടേബിൾ. ആ പാർട്സ് ഓഫ് ടേബിൾ എന്താണ് നമുക്ക് നോക്കാം. പാർട്സ് ഓഫ് ടേബിൾ പറയുന്ന കാര്യം ഇതാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ടേബിൾ നമ്പർ ഉണ്ടായിരിക്കണം. ടേബിളിന് ഒരു നമ്പർ ഉണ്ടായിരിക്കണം. ഏത് ടേബിളിനും അല്ലേ. നമ്മൾ ബുക്കുകളിലൊക്കെ നമ്മൾ പല ടേബിൾസ് കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഒരു പാഠത്തിലാണെങ്കിൽ അവിടെ അങ്ങനെ ടേബിൾ നമ്പർ, ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിലാണ് ഒന്നാമത്തെ ടേബിൾ ആണെങ്കിൽ 1 എഴുതിയിട്ടുണ്ട്. ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ രണ്ടാമതായിട്ടൊരു ടേബിൾ വരികയാണെങ്കിൽ 1.2 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി ആ ചാപ്റ്ററിൽ തന്നെ മൂന്നാമതായിട്ടൊരു ടേബിൾ വരികയാണെങ്കിൽ 1.3. ഇങ്ങനെ ടേബിൾ നമ്പർ ഇട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അതാണ് ടേബിൾ നമ്പർ. ദെൻ ടൈറ്റിൽ അല്ലേ. ഏതൊരു ടേബിളിനും എന്ത് വേണം എന്ന് പറയുന്നത് പാർട്സ് ഓഫ് ടേബിൾ ആണ് ടൈറ്റിൽ. നമ്മളൊരു ടേബിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ടേബിളിൻ്റെ ടൈറ്റിൽ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാപ്ഷൻസ് ഓർ കോളം ഹെഡിങ് അല്ലേ. നമ്മൾ ഇതുവരെ ടേബിൾ വരച്ചതിലൊക്കെ നമ്മൾ കണ്ടതാണ് ക്യാപ്ഷൻസ് അല്ലെങ്കിൽ കോളം ഹെഡിങ്സ്. ഓരോ വെർട്ടിക്കലായിട്ട് വരുന്നതിന് ഹെഡിങ്സ്, ഒന്നുകിൽ ഇയറോ അങ്ങനെ റൂറലോ അർബൺ എന്നിങ്ങനെയൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഓർ ക്യാപ്ഷൻസ് ഓർ കോളം ഹെഡിങ്സ് ആണ്. കോളം ഹെഡിങ്സിനെ പറയുന്ന പേരാണ് ക്യാപ്ഷൻസ്. സംടൈംസ് വി ഹാവ് റോ ഹെഡിങ്സ്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റബ്സ്. സ്റ്റബ്സ് എന്നാണ് പറയുക ഏതിന്, റോ ഹെഡിങ്സിന്. റോ ഹെഡിങ്സ് അല്ലേ. റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരപ്പായിട്ടുള്ള റോ ഹെഡിങ്സ്. പിന്നെ ടേബിളിന് വേണ്ട മറ്റൊരു കാര്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ ബോഡി ഓഫ് ടേബിൾ. ടേബിളിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഡാറ്റ അല്ലേ, കളക്ട് ചെയ്ത വിവരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോഡി ഓഫ് ടേബിൾ.
ആ ഡാറ്റാസ് ബോഡി ഓഫ് ടേബിൾ ഉണ്ടായിരിക്കണം. പിന്നെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, അതായത് ഇപ്പോൾ കോടികളിലാണെങ്കിൽ ഇത്ര കോടി രൂപ, ആ കോടി എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാകണം, എങ്കിലാണ് നമുക്ക് ആ മെഷർമെന്റ് മനസ്സിലാകുള്ളൂ. 10 കോടി രൂപ മേലെ എഴുതിയിട്ടുണ്ടാകും, റുപ്പീസ് ഇൻ ക്രോർ എന്ന് എഴുതിയിട്ടുണ്ടാകും. എന്നിട്ട് അതിന്റെ താഴെ നമുക്ക് കാണാം 10 എന്ന് മാത്രമേ ഉള്ളൂ. 10 എന്ന് പറഞ്ഞാൽ 10 രൂപയല്ല, 10 കോടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ മെഷർമെന്റ് കൊടുത്തിരിക്കണം. ദെൻ സോഴ്സ്, എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്തത് എന്നുള്ളതാണ് സോഴ്സ് എന്ന് പറയുന്നത്. 8ാമത്തേതാണ് നോട്ട്. എന്തെങ്കിലും നോട്ടുകൾ എഴുതാണ്ടെങ്കിൽ അവിടെ സൈഡിൽ കൊടുത്തിരിക്കണം. ദീസ് ആർ ദ പാർട്സ് ഓഫ് എ ടേബിൾ. അപ്പോൾ ഒരു ടേബിളിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ടേബിളിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് ആദ്യം പറഞ്ഞത്, ടേബിളിന് ഒരു ടൈറ്റിൽ ഉണ്ടാകണം അല്ലേ. നമുക്കറിയാം പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ഹെഡിങ് ആയി അല്ലേ, ടൈറ്റിലായി. ദെൻ പറയുന്നതാണ് എന്ത്, പറഞ്ഞ കാര്യമാണ് നമുക്കറിയാം. ഹെഡിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളം ഹെഡിങ് ഉണ്ടാകും, റോ ഹെഡിങ്സ് ഉണ്ടാകും അല്ലേ. ടൈറ്റിൽ ടേബിളിന് ഒരു നമ്പർ ഉണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു ടേബിൾ നമ്പർ ഉണ്ടായിരിക്കും, ടേബിൾ നമ്പർ 1. പിന്നെ ഇങ്ങനെ ഹെഡിങ് എഴുതി. പിന്നെ വരുന്നതാണ് ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂറൽ ആണോ, ഇവിടെയാണ് അല്ലേ, ഇത് റോ ഹെഡിങ് ആണ്. റൂറൽ, അർബൺ, ഇത് റോ ഹെഡിങ് ആണ് കേട്ടോ. ഇവിടെയാണ് ഹെഡിങ്സ് കൊടുത്തത് എങ്കിൽ അതിനെയാണ് റോ ഹെഡിങ്സ് എന്ന് പറയുന്നത് അല്ലേ. ലൊക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ലൊക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ജെൻഡർ. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ, ഇത് എന്താണ്, ഇവിടെ നിങ്ങളുടെ താഴേക്ക് വരുന്നത്, അതായത് ഇവിടെയാണ് ഹെഡിങ്സ് വരുന്നത് എങ്കിൽ അത് കോളം ഹെഡിങ്സ് ആണ്. പക്ഷെ ഇവിടെയാണ് ഹെഡിങ്സ് വരുന്നതെങ്കിൽ അത് റോ ഹെഡിങ്സ് ആണ് അല്ലേ. നമുക്കറിയാം ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളതാണ് അല്ലേ. മെയില്, ഫീമെയിൽ. അപ്പൊ ഇത് നമുക്കറിയാം മെയിലാണ് ഫീമെയിലാണ് അല്ലേ. ഇവിടെയുണ്ട് ഫീമെയിൽ, നമുക്ക് എളുപ്പം മനസ്സിലാകും. എന്താണ്, ആദ്യം ഒരു ടേബിൾ നമ്പർ ഉണ്ടായിരിക്കണം, പിന്നെ പറയുന്നതാണ് ഹെഡിങ് ഉണ്ടായിരിക്കും, ടേബിളിന്റെ ഹെഡിങ് എഴുതി. പിന്നെ കോളം ഹെഡിങ് ഉണ്ടാകാം, റോ ഹെഡിങ്സ് ഉണ്ടാകാം. കോളം ഹെഡിങ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ ഒരു കോളം ഹെഡിങ് ആണ്. ആ ലൊക്കേഷനിലാണ് നമ്മൾ റൂറലും അർബണും കൊടുത്തത്. പിന്നെ നമുക്കറിയാം ജെൻഡർ. ജെൻഡർ എന്താണ്, സ്ത്രീയാണോ പുരുഷനാണോ. പുരുഷൻ സ്ത്രീ എന്ന് എഴുതി. കാരണം റൂറൽ ഏരിയാസിൽ തന്നെ നമുക്കറിയാം പുരുഷനുണ്ട് സ്ത്രീയുണ്ട്. പിന്നെ അടുത്തത് ഡാറ്റാസ് പറയുന്നത് എത്രത്തോളം ആളുകളുണ്ട്, എത്രത്തോളം പുരുഷന്മാരുടെ, എത്രത്തോളം സ്ത്രീകളുണ്ട് എന്ന കണക്കുകളാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ആ ടേബിള് ഫില്ലായി. ഇവിടെ നമ്മൾ ഇങ്ങനെ കണക്കുകൾ ഇങ്ങനെ എഴുതി, കണക്കുകൾ എത്രയുണ്ട് എന്നൊക്കെ നമ്മൾ എഴുതി. ഈ കണക്കുകൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ഫില്ലായില്ല. കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഓഫ് ദി ടേബിൾ വരെ എത്തിയിട്ടുള്ളൂ. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പക്ഷേ കോടികളിലാണിത് അല്ലേ. നമ്മൾ ജനസംഖ്യ പറയുന്നത് 121 കോടി അല്ലേ, അല്ലെങ്കിൽ 102 കോടി, 130 കോടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ക്രോറിലാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും യൂണിറ്റ്സ് ക്രോർ എന്ന് എഴുതണം. ദെൻ വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, നമുക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ ഇൻഫർമേഷൻസ് ലഭിച്ചത്. സെൻസസ് ഓഫ് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ സെൻസസ് ഓഫ് ഇന്ത്യ എന്നിവിടെ താഴെയാണ് കൊടുക്കുക. സെൻസസ് ഓഫ് ഇന്ത്യ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് സെൻസസ് ഓഫ് ഇന്ത്യ എന്ന് കൊടുക്കുക. വല്ല നോട്ട്സും ഉണ്ട് എങ്കിൽ അത് കൊടുക്കുക. നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ഇപ്പം നമ്മൾ പറയാ ഫിഗേഴ്സ് ആർ റൗണ്ടഡ് നിയർ ടു ദി ക്രോർ, അതായത് ഏകദേശ കണക്കുകളാണ് കേട്ടോ എന്നിങ്ങനെ നമ്മൾ എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അത് നോട്ട്സ് ആയിട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു നല്ലൊരു ടേബിൾ നമുക്ക് റെഡി ആവുള്ളൂ. അപ്പൊ ടേബിളിന് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ പാർട്സ് ഓഫ് ടേബിൾ? പാർട്സ് ഓഫ് ടേബിൾ ഒരു 8 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ടേബിൾ നമ്പർ.
നമ്പർ ഉണ്ടായിരിക്കണം, ദെൻ ടൈറ്റിൽ ഉണ്ടായിരിക്കണം, കോളം ഹെഡിങ്സ് ഉണ്ടായിരിക്കണം, റോ ഹെഡിങ്സിനെ പറയുന്ന പേരാണ് സ്റ്റബ്സ് അല്ലേ. പിന്നെ ബോഡി ഉണ്ടായിരിക്കണം, ബോഡിയിൽ വിവരങ്ങൾ ഉണ്ടായിരിക്കണം, ദെൻ മെഷർമെൻറ്റ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ദെൻ സോഴ്സ് വേണം, അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് നോട്ടുകൾ. ഇതോട് കൂടിയിട്ട് ആ ടേബിൾ പ്രസൻറ്റേഷൻ അല്ലേ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രസൻറ്റേഷനിലുള്ള മറ്റൊരു വേ എന്ന് പറയുന്നത് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.